അപ്പോൾ ഗായ്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഞാൻ ഒരു മലയാളം കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് കാണും. അപ്പം ഞാൻ ഇന്ന് തുറക്കാൻ പോകുന്നത് നമുക്ക് പുതിയതായൊരു എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, ഒരു 90-97 എക്സ്ചേഞ്ച്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇന്ന് എനിക്ക് നമ്മുടെ 87-97 ഒരു എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു 95 ആയിട്ട് സെൻട്രൽ ബെഡിൻ്റെ ഒരു സെഞ്ചുറിയൻസിൻ്റെ പ്ലെയറിനെ കിട്ടിയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഭീകരത്തെ യവനെയാണ് നമുക്ക് കിട്ടിയത്. സോറി സാബാബി ഇല്ലേ, ഇപ്പോൾ ശരിയത്തില്ല. ഇത് തന്നെ യവനെ കിട്ടി. അത്യാവശ്യം എല്ലാം കൊള്ളാം. ഞാൻ ഇവിടെ ട്രെയിനും ചെയ്തിട്ടില്ല. 82 പേസ്, 81 ഷൂട്ടിങ്, 93 പാസിങ്, 90 ഡ്രിബിളിങ്, 86 ഡിഫെൻഡിങ്, 84 ഫിസിക്കൽ. കൊള്ളാം. നമുക്കൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം. മാക്സ് ചെയ്യാം. ഓക്കെ, കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ട്. പേസ് 86, ഷൂട്ടിങ് 85. അത് കൂടുന്നില്ല ഗൈസ്. ഡിഫെൻഡിങ്ങും ആണ് നല്ലോണം കൂടിയത്. പിന്നെ ഡ്രിബിളിങ്ങും കൂടിയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്ലെയറാണ്. അതേ എക്സ്പീരിയൻസാണ് എനിക്ക് ക്രൈറ്റീരിയൻ കിട്ടിയിട്ടുള്ളത് ഗൈസ്. ഞാൻ പറ്റുന്നത്ര റാങ്ക് പോയിട്ടുണ്ട്. അത് നല്ലൊരു കാർഡാണ്. 95 പേസ്, 97 ഷൂട്ടിങ്, 96 പാസിങ്, 97 ഡ്രിബിളിങ്, 83, 85 ഡിഫെൻഡിങ്ങും ഫിസിക്കലും പോയിട്ടുണ്ട്. പിന്നെ ഈ പാർക്ക് ജി സങ്, അവനെ നമുക്ക് അങ്ങനെ കിട്ടിയാണ്. പിന്നെ ഈ സഹലിനെ നമ്മൾ മേടിച്ചു, നമ്മൾ മലയാളി, നമുക്ക് ഇങ്ങനെ ഇത് വേണ്ടേ. പിന്നെ കിമ്മിൻ ജെ ഞാൻ മേടിച്ചതാണ്. പിന്നെ ഡിലൈറ്റിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ UCLൻ്റെ 100 പാക്ക് കുറക്കുമ്പോൾ നമുക്ക് പ്ലേസിനെ കിട്ടാറ് സാധാരണയാണല്ലോ, അതിൽ നിന്ന് കിട്ടിയതാണ്. വൈറ്റ് അടക്കുന്നത് എൻ്റെ റൈറ്റ് വിങ് ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് നമ്മളെ ഫോർമേഷൻ മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയാൽ. പിന്നെ യൂട്യൂബിൽ വേറെ യൂട്യൂബേഴ്സ് കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. റിസർവേഴ്സിലോട്ട് തീർന്നു. ഇതുപോലത്തെ കുറേ ഈ ബ്രോൺസ് കാർഡ് പ്ലേയേഴ്സിനെ ഇട്ടിട്ട് ഒരു ബാക്കാണ് ഇറക്കുന്നത്. നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് അടിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നല്ല കിണ്ടൻ പ്ലേസിന് കിട്ടാറുണ്ട്. അയ്യോ കുഴപ്പമില്ല. അപ്പം നമുക്കും ചിലപ്പോൾ കിട്ടിയാലേ നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ എക്സ്ചേഞ്ചിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ട്. ഓക്കെ, എന്താ ഗൈസ് പറ്റാത്തേ? നമുക്ക് 980 വേണം. ഞാൻ 900 എന്നാണ് ഗൈസ് വിചാരിച്ചത്. അപ്പം എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിസ്റ്റി ഇപ്പോൾ ഇവിടെ നിന്ന് വല്ല തേങ്ങ കൊലയും കിട്ടണം നോക്കാം. നൈസ്. ഇവിടെ നിന്ന് മാങ്ങത്തിലെയും കിട്ടൂല. ഇനി എവിടെ പോവും? നമുക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പ്ലേസിനെ മേടിക്കാം. സെർച്ച് ചെയ്യാം. 86. ഓക്കെ, 85. സെർച്ച് എണ്ണാപ്പി. കുറേ രണ്ടല്ലേ. നമുക്ക് 11 മേടിക്കാം അല്ലേ? ഇത് 11 മേടിക്കണം. 11 മേടിക്കാം. ഒരു 4 മേടിക്കാം. ഞാൻ പാട്ട് പാടുന്നില്ല. എന്തിനാണ് നിങ്ങളെ കൂടെ ഉറപ്പിക്കുന്നത്? അതിൻ്റെ ഒരു ഇതാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ പാടും. എന്ത് ചെയ്യാം, ദൈവം കഴിവൊക്കെ തന്നുപോയി. ചൂടൊന്നുമില്ലല്ലേ? ഇല്ലേ? ചെടുവാണി പാടില്ല. കേട്ടോ. എന്നിട്ട് ഇതെന്ത് വരാത്ത? ഷിടാ, യവനെ മാറ്റിയിട്ട് യവനിടാം. കയ്യിലല്ല എല്ലാമാരും പോണ്. പക്ഷെ എന്ത് ചെയ്യാം, കൊടുത്താലല്ലേ പറ്റൂ. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഫുള്ളാക്കണത്? എൻ്റെ കയ്യിലുള്ള എല്ലാത്തിനും തരേണ്ടി വരുമോ നിനക്ക്? ഇപ്പം എന്താ ചെയ്യുക? അയ്യോ ഗായ്സ്, നമ്മളെ പൈസ ഫുള്ള് തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പം
ചേട്ടാ ഇനിയിപ്പോൾ മേടിക്കാനും പറ്റൂല. ഇപ്പം എന്താ ചെയ്യും? നമുക്ക് നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇല്ല. ഞാനിപ്പം എൻ്റെ പഴയ അക്കൗണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പഴയ ലീഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലീഗ് ചേരാം. ഞാൻ പറഞ്ഞുതരാം. മല്ലൂസ് അരീന എന്നാണ് നമ്മുടെ ലീഗിൻ്റെ പേര്. പക്ഷേ നമ്മൾ മല്ലൂസ് എന്ന് അടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വ്യൂ. ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന അക്കൗണ്ടാണ് എൻ്റെ പഴയ അക്കൗണ്ട്. കാണിച്ചു തരാം, നോക്ക് ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം, നോക്ക് ഗൈസ്. 98ൻ്റെ സൺ, 97ൻ്റെ കോമസ്, 98ൻ്റെ സാൻസ്, നല്ല റോഡ്രിഗോ, 93ൻ്റെ ഗുണ്ടോഗൺ, 93ൻ്റെ ഡീപ് പൗട്ട്, ന്യൂനോ മെൻഡസ്, ഡാൻഡെ, കിമ്മിൻ്റെ, ഡം ഫ്രീസ്, പിന്നെ 95ൻ്റെ ബ്ലാക്ക്. നൈസ് അക്കൗണ്ടായിരുന്നു ഗൈസ്. ഇതെൻജോയ് ചെയ്യാൻ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വരുവിരിപ്പ് വരും ഡിലീറ്റ് ചെയ്യാനൊക്കെ. ആ ഒരു ഇതിൽ ചെയ്തു പോയതാണ്. അതായത് നമുക്കൊന്നും കൂടെ അമേരിക്ക അത് വേറെ ഒന്നുമില്ല, എൻ്റെ കൂടെ ഉള്ള കുറേ പയ്യന്മാരതാണ്. ഇനി നമുക്ക് പോയി നമ്മുടെ ഞാൻ ഇതെല്ലാം വന്നത് അത് അവിടെ നിന്ന് കയറി മതിയായിരുന്നു. നമ്മുടെ മൈസ്പേസ് എനിക്ക് വല്ലതും ഉണ്ടാകുന്നു. ഇടയ്ക്ക് ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, അത് അബദ്ധം പറ്റിയതാണ്. പിന്നെ ഞാൻ കയറ്റാൻ പോയില്ല. നൈസ്, നേരത്തെ ഉണ്ടായിരുന്നത് പോയി ഗൈസ്. ഇതിന് 88 വരലേ ഉള്ളൂ. നൈസ്, താങ്ക് യു. എവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടല്ലേ? നമ്മൾ നേരത്തെ കുറച്ച് പേര് മേടിക്കേണ്ടിരുന്നല്ലേ. ഒരുത്തന്നെ കിട്ടി. ഇതാണ്ട പൈസ ഇല്ല. അതിപ്പോൾ പൈസ കൂടി. നേരത്തെ ചെയ്താൽ മതിയായിരുന്നു നൈസ്. കുറേ പൊട്ട ബുദ്ധിയുടെ തലയിലകത്ത് കയറി. ഇനി രക്ഷവല്ലോ ഉണ്ടോ? പിന്നെ ഓർത്ത നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് ഇത് വെറും വൃത്തിയായിട്ട പരിപാടിയായിപ്പോയി ഗൈസ്. നമുക്ക് വേറെ വല്ല പരിപാടിയാണോ? തുമ്മലടി എക്സ്റ്റെൻഷൻ ചെയ്ത് നോക്കാം. അവനെയും കിട്ടിയാൽ ഇത് നോക്ക്. ഞാൻ മേടിച്ച എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകും. നമുക്ക് പോയിട്ടേ നമ്മളാ ഇത് കളിച്ചോ, ചലഞ്ചും അതെ വേഗം കളിച്ചു തീർക്കുകയും ചെയ്യും. ഒരു 80+ പ്ലെയേഴ്സിന് 2 പേരെ കിട്ടും. വേഗം കളിച്ചു തീർക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇതിലോട്ട് കിടക്കും മുമ്പ് എനിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പം 5 സബ്സ്ക്രൈബറാണ്. 5, വെറും 5. അത് 2-3 എൻ്റെ റിലേറ്റീവ്സാണ്. അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അടിച്ച് തുളയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഈ പച്ച കളർ സാധനം ഉണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങനെ മാട്ടലാ കഴിക്കും. പക്ഷെ നമ്മളെ വെറുപ്പിച്ച് കളയും ഉമ്മാർ. ലാഗെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമാതിരിയായി പോവും. 1 ലാഗ. ഇപ്പം അടുത്തെന്തരി ഇതാ ഇത് കുഴപ്പമില്ല. ഇതൊക്കെ പെട്ടെന്ന് തീർക്കാം. നമുക്ക് ആ ലാസ്റ്റ് മാച്ചും കൂടെ ജയിച്ചാൽ അത് കിട്ടുമല്ലോ. അത് തീർന്നില്ലേ? ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മാച്ച് ഇത് ജയിച്ചിട്ടൊരു 81 മതി. നമുക്ക് മറ്റേ എക്സ്ചേഞ്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി ഫ്രീ ആയിട്ട് 80+ പ്ലേയേഴ്സിന് എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക്
എന്നുവെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പോഴത്തെ FC ഹണ്ട. എന്ത് പേരാണെന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല. നിങ്ങൾക്കൊരു നല്ല പേര് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കാര്യം പോയേനെ. അയ്യോ കിട്ടി. ഓക്കെ. അയ്യോ ഗൈസ് അടിക്കാൻ നേരത്തെ അവൻ കാലിൽ നിന്ന് ബോൾ മേടിച്ചുകൊണ്ട് പോയി. എനിക്കാണ് ഒരു ഗോളടിക്കും ഗൈസ്. ഒന്ന് അയ്യേ ബോളാ അവന്മാരൊക്കെ. ശീഷ്. അയ്യോ ഓക്കെ ബോൾ കിട്ടി. നമ്മളിപ്പോൾ കണ്ടോ ഗൈസ്? അയ്യോ കാണണ്ട. നമ്മളെ സഹലാണ് ഗൈസ്, മലയാളിയുടെ ചങ്കല്ല വൃത്തിയായിട്ടായി കേരള ബ്ലാസ്റ്റേഴ്സ് പോയി ഗൈസ്. നോക്ക് ഗൈസ്, അവനെ വളർത്തിയെടുത്ത ടീമിൽ നിന്ന് പോയി ഗൈസ്. ഫുട്ബോൾ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അയ്യോ ഇപ്പം യവന്മാരുടെ അയ്യോ ഇതിപ്പോൾ ഗോളോ. അയ്യാ റൈറ്റ്. നൈസ് ഗോളാണ് ഗൈസ്. അതിപ്പോഴും അവൻ്റെ കാലിൽ കിട്ടിയെന്ന് ഞാൻ കണ്ടില്ല. നിലവും ഗോളടിച്ച് ഈ കളി ജയിക്കാൻ ഉറപ്പായി. എന്തായാലും നമ്മളെ ആൾക്കാരെ വെട്ടിച്ച് അവന്മാരെന്തായാലും ഗോൾ കയറ്റാൻ പാടില്ല. അയ്യോ ഇങ്ങനെ ഞാൻ പല കളികളിലും വിരോധം ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കളി നമ്മൾ നോക്കൂല. ഇതൊക്കെ വേറെ ഈസി കളിയല്ലേ. അയ്യോ അയ്യോ എന്തില്ല. ഓ അടിച്ചെന്താ ബോൾ കാലുള്ള അനുവദിക്കൂല. 92 സ്ട്രൈക്കർ, 97-98 സ്ട്രൈക്കർമാരായിട്ട് ഈ വൈറ്റ് ഈ സഹല് നല്ല സ്കില്ലുണ്ട്. നല്ല ഡ്രിബിളിങ് ആണ് ഉണ്ടാക്കുന്നത്. ഇല്ല അടി മലയാളി പിന്നെ എങ്ങനെ ഡ്രിബിളിങ് ഇങ്ങനെ ആവാതിരിക്കും. ചെളി കിടന്ന് നമ്മൾ കളിക്കണതാണ്. പിന്നെ യവന്മാരിവിടെ പിച്ചിലൊക്കെ കിടന്ന് കളിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സഹല് ചെളി കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സ്പീഡ് കണ്ടായിരുന്നുണ്ട് എൻ്റെ പറക്കണം. ആദ്യം ഏറ്റവും മാക്സ് റാങ്കപ്പ് ചെയ്ത കാർഡാണ്. പിന്നെ പറക്കാതെ ഇരുന്ന് നിരങ്ങിയൊന്നുമില്ലല്ലോ. അങ്ങോട്ട് വരുമോ? ഇല്ല വരൂല നമുക്കറിയാം. അത് ഇല്ല. അതെന്താ ഒരു 84-83 കുഴപ്പമില്ല, നമുക്ക് ഉപകാരപ്പെടുമായിരിക്കണം. നമുക്ക് പോയി എക്സ്ചേഞ്ച് കയറി കുത്തി നോക്കാം. വേറെ എക്സ്ചേഞ്ച് ആയിരുന്നു. നമ്മുടെ ടീം ഇപ്പോഴും 84 വേറെ തന്നെ. ഈ OBR കൂടിയില്ലെങ്കിൽ അയ്യോ ഇതല്ലായിരുന്നല്ലേ. ആദ്യം പോയി കുത്തി. ഇത്രയും പേര് ഫ്രീ ആണ്. എക്സ്ചേഞ്ച് അടിക്കുകയാണ്. നല്ല ആരെയും കിട്ടല്ലേ. എനിക്ക് വരെന്ന് പറയുമ്പോൾ മറ്റേ 88-98 എക്സ്ചേഞ്ച് ഉപയോഗിക്കാനാണ്. ഒരു സാധനം എല്ലാ സാധനം എനിക്ക് വേണ്ട. ഈ തീട്ടല്ല കിട്ടിയിരിക്കുന്ന പൈസ. അയ്യോ ഇതല്ലല്ല. ഞാൻ എൻ്റെ വാക്കുകൾ മ്ലേച്ഛമാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഗൈസ് 70 കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? അത് എനിക്കത്ര പിടിക്കുന്നില്ല. നമുക്കതുകൊണ്ട് ഇതിൽ പോയിട്ട് വല്ല കിഴങ്ങന്മാരുണ്ടെങ്കിൽ ഒരു കിഴങ്ങൻ താഴെ കിഴങ്ങനല്ല കേട്ടോ. അവൻ്റെ നൈസ് കാണണമെങ്കിൽ വിളിക്കാം. പക്ഷേ അവൻ നൈസ് കാണില്ലല്ലോ. അയ്യോ വേണ്ട നമ്മളെ പോവാം. നീ എക്സ്ചേഞ്ച് അടിച്ചു നോക്കാം. നമ്മൾ ടീമിൽ മറ്റേ പരിപാടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും അല്ല, ഒന്നും കിട്ടൂല. എന്നിട്ട് വാക്കൗട്ടെങ്കിലും തരും. നൈസ്, താങ്ക് യു വൈസ്, താങ്ക് യു. ഈ വാക്കൗട്ട് എനിക്ക് എപ്പോഴും എൻ്റെ കേരള ആദരാവേ ഗൈസ്. ഞാൻ പറ്റിച്ച് അല്ല CA ഞാൻ വൻ സെറ്റായി ഗൈസ്. മറ്റേ പറ്റിച്ച് ഗൈസ്. സെൻറ്റൂറിയൻസിൻ്റെ പ്ലേയേഴ്സിനെ ഒപ്പിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ക്ലെയിം കൊടുക്കാം. ഇതെന്താണ് ഇത്? നമ്മളെ കഴിഞ്ഞ ഇതിലായിരുന്നെങ്കിൽ കഴിഞ്ഞ ഈ അപ്ഡേഷൻ വരുന്നതിന് മുമ്പ്, സെഞ്ചുറി മുമ്പ് നമുക്ക് ആവശ്യം പോലെ ക്വസ്റ്റ് ഉണ്ടായിരുന്നേ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് മറ്റേ സെഞ്ചുറിയൻസിൻ്റെ സംഭവങ്ങളിൽ എൻഗേജ് ചെയ്താൽ മാത്രമേ ക്വസ്റ്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ സംഭവം കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കണ്ടോ 80 അല്ലെങ്കിൽ 83 5+ ഇല്ല, 80 പറഞ്ഞില്ലേ. എന്തൊക്കെയാണെന്ന് തോന്നുന്നത് കാണിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ പോയി സെഞ്ചുറീസ് ഉള്ള പ്ലെയേഴ്സിനെ അടിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് നോക്കാം. അതുവരെ കുണങ്ങി.